പ്രൈസ് ദി ലോർഡ്. നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കാം. ഞാൻ വായിക്കാം. യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. ദൈവം കടാക്ഷിച്ച ഒരു ഭവനം, ദൈവം കരുണ കാണിച്ച ഒരു ഭവനം. വേദപുസ്തകത്തിൽ ദൈവം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ധാരാളം കുടുംബങ്ങളുണ്ട്. ദൈവം അനുഗ്രഹിച്ച ധാരാളം ഭവനങ്ങളുണ്ട്. ദൈവം സഹായിച്ച ധാരാളം ഭവനങ്ങളുണ്ട്. ദൈവം ഉയർത്തിയ ധാരാളം ഭവനങ്ങളുണ്ട്. ദൈവം കൈവിട്ട ഭവനങ്ങളുണ്ട്. ദൈവ സാന്നിധ്യം വിട്ടുപോയ ധാരാളം കുടുംബങ്ങളെയും വ്യക്തികളെയും നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ആദ്യത്തെ ഭാഗം ഇതാണ്: ദൈവം കടാക്ഷിച്ച ഒരു ഭവനം. നമ്മൾ 1-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം മുതൽ വായിക്കുമ്പോൾ കാണാം, എൽക്കാനയുടെ കുടുംബമാണ്. എൽക്കാന ലേവ്യനായിരുന്ന ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചൊരു പുരോഹിതനായിരുന്നു എൽക്കാന. എൽക്കാന എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സൃഷ്ടിച്ചവൻ എന്നാണ്. ഹന്ന എന്ന വാക്കിന്റെ അർത്ഥം കൃപ എന്നാണ്. പെനീന എന്ന വാക്കിന്റെ അർത്ഥം മുത്ത് എന്നാണ്. അങ്ങനെ മുത്തും കൃപയും ദൈവം സൃഷ്ടിച്ചെന്നർത്ഥമുള്ള എൽക്കാനയുടെ ഭാര്യമാരായി മാറി. പഴയ നിയമകാലത്ത് ബഹുഭാര്യാത്വം വിലക്കിയിരുന്നില്ല. അതുകൊണ്ട് അതിന് ന്യായപ്രമാണം വിലക്കാത്തതിനാൽ അനുവദനീയമായിരുന്നു. എന്നാൽ സ്വയം വിവേകം കൊണ്ടും സ്വയം ചിന്ത കൊണ്ടും അതിലേക്ക് പലരും ശ്രമിക്കാറില്ല. ശലോമോൻ രാജാവായിരുന്നു. അവന് 700-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഇങ്ങനെ ബഹുഭാര്യാത്വം പഴയ നിയമകാലത്ത് എതിർക്കപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ അവരുടെ കുടുംബ പശ്ചാത്തലത്തിലും അവരുടെ സംസ്കാരത്തിലും അനുസരിച്ച് അവർ അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, ഒന്നുള്ളതിന്റെ കഷ്ടപ്പാട്. എൽക്കാന വിചാരിച്ചു 2 ആയാലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ച് 2 പേരെ വിവാഹം കഴിച്ചു. ഒരാളുടെ പേര് പെനീന, മറ്റേയാളുടെ പേര് ഹന്ന. ഒന്ന് മുത്താണെങ്കിൽ ഒന്ന് കൃപയാണ്. പക്ഷേ ദൈവമക്കളെ, ആ കുടുംബത്തിൽ ആരംഭകാലമൊന്നും ഭാരമുണ്ടായിരുന്നില്ല. എൽക്കാനയ്ക്ക് പെനീനയിൽ 2 പുത്രന്മാർ ജനിച്ചു. എൽക്കാനയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എൽക്കാന യാഗം കഴിക്കുന്നവനായിരുന്നു. ദൈവസന്നിധിയിൽ യഹോവയ്ക്ക് യാഗം കഴിക്കുന്നവനായിരുന്നു എൽക്കാന. നാം അതിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ ഇങ്ങനെ കാണാം: അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിച്ചു. സൈന്യങ്ങളുടെ യഹോവ, അതൊരു പ്രയോഗമാണ്. സാബത്ത് എന്നാണ് അതിന്റെ എബ്രായ പദം. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ എങ്ങും ഈ പേര് പറഞ്ഞിട്ടില്ല. സാബത്ത് എന്ന വാക്ക് മോശയുടെ 5 പുസ്തകങ്ങളിലും ഇല്ല. എന്നാൽ യോശുവയിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചനയും നമുക്ക് കാണാനായിട്ടില്ല. സങ്കീർത്തനങ്ങളിൽ വളരെ അപൂർവമായി കാണാനായിട്ട് സാധിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് യിരെമ്യാവിന്റെ പുസ്തകത്തിലാണ്. 80 പ്രാവശ്യം ആ പുസ്തകത്തിൽ സാബത്ത്, സൈന്യങ്ങളുടെ യഹോവ എന്ന പദപ്രയോഗം കാണാൻ കഴിയും. ഹഗായിയിൽ 14 പ്രാവശ്യം ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സഖരിയാവിന്റെ പ്രവചനത്തിൽ 50 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മലാഖിയുടെ പുസ്തകത്തിൽ 25 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടം വരെ യഹോവയായ ദൈവം വെളിപ്പെട്ടിരുന്നത്
എൽ ഷഡായ് സർവശക്തനായ ദൈവമായി വെളിപ്പെട്ടിരുന്നു. എന്നാൽ മാനവരാശിയിൽ പാപങ്ങൾ കുമിഞ്ഞുകൂടി കഴിഞ്ഞപ്പോൾ, ദൈവജനത്തിന്റെ ശത്രുത്വം വർദ്ധിച്ചു വന്നപ്പോൾ, ദൈവജനത്തിന് പോരാളികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, സർവശക്തനായ ദൈവം അവരുടെ നടുവിൽ സർവസൈന്യാധിപനായി എഴുന്നള്ളി. അതുകൊണ്ട് പ്രവാചകൻ ഏറ്റവും അധികമായി യഹോവയുടെ നാമത്തെ ഉച്ചരിച്ചു. എങ്ങനെ? സൈന്യങ്ങളുടെ യഹോവ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഓർക്കണം, സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ ദൈവമാണ്. എൽ ഷഡായ് നമ്മുടെ ദൈവമാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, സബോത്ത് നമ്മുടെ ദൈവമാണ്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം തന്നെ. പ്രൈസ് ദി ലോർഡ്. നിയമം വ്യവസ്ഥയല്ല, പഴയ നിയമോ പുതിയ നിയമോ എന്നല്ല, പക്ഷേ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ആ പ്രയോഗം ഇവിടെ കൃത്യമായി പറയുകയാണ്. എൽക്കാന സൈന്യങ്ങളുടെ യഹോവയ്ക്ക്, അഥവാ സാബോത്ത് എന്ന പേരുള്ള യഹോവയ്ക്ക് യാഗം കഴിച്ചു വന്നു. യാഗം കഴിച്ചതിന്റെ ഓഹരി അവൻ പെനീനയുടെ മക്കൾക്ക് പങ്കിട്ടു കൊടുക്കും, ഓഹരി കൊടുക്കും. ഹന്നയ്ക്ക് എന്തില്ല? ഹന്നയ്ക്ക് മക്കളില്ല. ആ ഭവനത്തിൽ എൽക്കാനയുടെ സ്നേഹം പിടിച്ചു പറ്റിയ ഹന്ന, ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിച്ച ഹന്ന, നിരന്തരമായി യാഗം കഴിച്ച് ദൈവത്തോടുള്ള ബന്ധത്തെ പുലർത്തുന്ന ഭർത്താവും, ദൈവ ഭയത്തിലും ദൈവാശ്രയത്തിലും ജീവിക്കുന്ന ഹന്നയും. ആ വീട്ടിൽ രണ്ട് പവറുണ്ട്, രണ്ട് ശക്തിയുണ്ട്. ദൈവം ഒരു ഭവനത്തെ കടാക്ഷിക്കുവാൻ ചില കാരണങ്ങളുണ്ട് ദൈവമക്കളെ. ഒരു ദൈവ പൈതലിന്റെ ഭവനത്തെ ദൈവം കടാക്ഷിക്കും. കാരണം ആ വീട്ടിൽ രണ്ട് പവറുണ്ട്, രണ്ട് ശക്തിയുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, നമ്മുടെ എല്ലാം വീട്ടിലുണ്ട് ഈ രണ്ട് പവർ. മക്കളില്ലാത്തതിന്റെ വേദന താങ്ങിയ ഹന്നയുടെ കണ്ണുനീർ കണ്ട ദൈവം ആ കുടുംബത്തെ കടാക്ഷിച്ചു. ഒരു കുടുംബത്തിൽ കരയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ ദൈവം കടാക്ഷിക്കും. അതിനകത്ത് പെനീന പ്രശ്നമല്ല, പെനീനയുടെ കുത്ത് പ്രശ്നമല്ല, അതിനകത്ത് എൽക്കാനയുടെ കുറവുകൾ ബാധകമല്ല. കുടുംബത്തിനകത്ത് കരയാനൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ ദൈവം കടാക്ഷിക്കും. തൊട്ടപ്പുറത്തൊരു പൗരോഹിത്യ കുടുംബമുണ്ട്. പുരോഹിതനാണ് അദ്ദേഹം. സാധാരണ പുരോഹിതനല്ല, മഹാപുരോഹിതനാണ്. മഹാപുരോഹിതന്റെ കുടുംബം അലമ്പാണ്. അവന് മക്കളുണ്ട്, മക്കൾ അലമ്പാണ്. ഈ മക്കൾ ശുശ്രൂഷ നടത്തുന്ന കാലത്താണ് എൽക്കാന അവിടെ യാഗത്തിന് ചെല്ലുന്നത്. യാഗവസ്തുക്കൾ വെന്ത് പൊങ്ങി വരുമ്പോൾ അത് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് അതിൽ ആഭാസത്തരം കാണിക്കുന്ന മക്കളാണ് ഏലിക്കുള്ളത്. ഹൃദയഭാരംപേറിയ ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി ചെന്നത് അവൻ ശുശ്രൂഷ ചെയ്യുന്ന ആലയത്തിനകത്താണ്. അവിടെ പോയിരുന്ന് കണ്ണുനീരൊഴുക്കി അവൾ പ്രാർത്ഥിച്ചു. ആ കുടുംബത്തെ ദൈവം കടാക്ഷിച്ചു. ഹന്നയെ കടാക്ഷിച്ചു എന്ന് പ്രത്യേകമായി നോട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കരയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കടാക്ഷിക്കുമ്പോൾ അതിന്റെ നന്മ ആ കുടുംബം മുഴുവൻ അനുഭവിക്കും. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ഒരാൾ ആ കുടുംബത്തിലുണ്ടെങ്കിൽ പെനീനയുടെ ആത്മാവല്ല ജയിക്കുക, യഹോവയുടെ ആത്മാവ് ജയിക്കും. സബോത്ത് സൈന്യങ്ങളുടെ യഹോവ. എന്റെ വീട്ടിൽ യുദ്ധം ചെയ്യാൻ ഒരു സാബോത്തുണ്ട്, ഒരു സൈന്യങ്ങളുടെ യഹോവയുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ വീടൊരു യുദ്ധക്കളമാണ്. നമ്മുടെ വീടൊരു യുദ്ധക്കളമാണെങ്കിൽ അതിനകത്തൊരു സാബോത്തുണ്ട്. എന്നോട് കടാക്ഷിക്കുന്ന ഒരു ദൈവം, എന്നെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. ഇന്ന് നിങ്ങൾ അടുത്തടുത്തിരിക്കുമ്പോൾ ഓർക്കണം, എന്റെ ഭവനത്തെ സർവശക്തനായ ദൈവമേ നീ കടാക്ഷിക്കണമേ. എൽക്കാനയും ഹന്നയും പോലെ യാഗം കഴിച്ചും കണ്ണുനീരൊഴുക്കിയും ജീവിക്കുന്ന ഒരു കുടുംബം. ആരും പെനീനയാകാനല്ല, ഭാര്യയാകാം, പക്ഷേ പെനീനയാകരുത്. ഞാൻ ഒന്നുകൂടി പറയാ,
ഭാര്യയാകാം, പക്ഷെ പെരീനയാകരുത്. ഭാര്യയാകാം, ഹന്നായാകണം. ഹന്നായാൽ ആ കുടുംബത്തെ ദൈവം കടാക്ഷിക്കും. അതുകൊണ്ട് ജനിച്ച മക്കൾ കൃപയിൽ വളർന്നു. ശമൂവേൽ ബാലൻ വളരും തോറും ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവനായി വളർന്നു. രണ്ട് കാര്യം പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് കൊള്ളാകുന്നവനെല്ലാം മനുഷ്യർക്ക് കൊള്ളാകുന്നവനായിരിക്കും. എന്നാൽ മനുഷ്യർക്ക് കൊള്ളാകുന്നവനെല്ലാം ദൈവത്തിന് കൊള്ളാകുന്നവനായിക്കൊള്ളണമെന്ന് ഇല്ല. നമ്മളുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? എൻ്റെ മക്കൾ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവനാകണം. നമ്മൾ ജന്മം കൊടുത്ത് നമ്മൾ നൊന്ത് പ്രസവിച്ച നമ്മുടെ മക്കൾ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവനായി വളർന്നു വരേണ്ടതിന് എന്റെ കുടുംബത്തെ ദൈവം കടാക്ഷിക്കണം. ദൈവം കടാക്ഷിക്കണമെങ്കിൽ ഭർത്താവ് യാഗം കഴിക്കണം, ഭാര്യ കണ്ണുനീരൊഴുക്കണം. ആ കുടുംബത്തെ ദൈവം കടാക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് നിങ്ങളെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരട്ടെ. രണ്ടാമത്തെ കുടുംബം ഏതാണെന്ന് അറിയാമോ? യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19 മുതലുള്ള വാക്യം നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ദൈവിക ശുശ്രൂഷയിൽ വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു കുടുംബം തകർന്ന് തരിപ്പണമായി. ഞാൻ നിങ്ങളെ ആ ഭാഗം വായിച്ച് കേൾപ്പിക്കാം. 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണ്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ പൊൻതൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്ത് എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ദൈവം കൈവിട്ട ഭവനം. നിങ്ങൾ 7-ാം അധ്യായം വായിച്ചാൽ സേരഹിന്റെ മകനായ, സപ്തിയുടെ മകനായ, കർമ്മിയുടെ മകനായ ആഖാനേ, നിന്റെ കുടുംബം ഒരു കാലത്ത് ദൈവത്തിന്റെ കരങ്ങളിൽ കരതലാ മലകം പോലെ ശോഭിക്കപ്പെട്ട ഭവനമായിരുന്നില്ലേ? എന്നാൽ എങ്ങനെ ആ കുടുംബം തകിടം മറിഞ്ഞു? നീ എന്ത് ചെയ്തു എന്ന് സമ്മതിക്ക എന്ന് യോശുവ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചു. പ്രിയരെ, പക്ഷെ ഒരു കാര്യം, പാപം ഏറ്റു പറയാൻ ഒരു കാലമുണ്ട്. ആ കാലമുള്ളപ്പോൾ ഏറ്റു പറയണം. സമയം തെറ്റിയിട്ടുള്ള ഏറ്റുപറച്ചിലുകൾക്ക് വിലയില്ല, വിലയില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇവിടെ വിട്ടിട്ടിനി അതിനൊരു സമയമില്ല. സമയത്തേറ്റു പറയണം. ആഖാൻ ഏറ്റു പറഞ്ഞു. എന്നാൽ അവൻ ഏറ്റു പറയും മുമ്പ് ചീട്ടിട്ട് സേരഹിന്റെ കുടുംബത്തെ, സപ്തിയുടെ കുടുംബത്തെ, കർമ്മിയുടെ കുടുംബത്തെ എല്ലാം പിടിച്ചു. അപ്പോഴൊക്കെ ഇവൻ എന്ത് ചെയ്യാമായിരുന്നു? ഏറ്റുപറയാമായിരുന്നു. ഏറ്റുപറയാൻ ലഭിച്ച അവസരങ്ങളൊന്നും, ഏറ്റുപറയാൻ ദൈവം കൊടുത്ത സന്ദർഭങ്ങളൊന്നും ആഖാൻ ഉപയോഗിച്ചില്ല. ഏറ്റുപറയേണ്ടത് ഏറ്റുപറയാതെ പോയാൽ എന്റെ നേരെ നോക്കാമോ? ഈ അനുകൂലമായ കരം മറിയും. ദൈവം കൈവിട്ടാൽ ആർക്കും താങ്ങാൻ കഴിയില്ല. ചേർന്നിരിക്കുന്ന ദൈവമക്കളെ, എന്റെ കുടുംബത്തെ ദൈവം കൈവിടരുത്. ദൈവം കൈവിടാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി ദൈവപ്രസാദമുള്ളതായിരിക്കണം. നമ്മുടെ പ്രവൃത്തി ധന്യമായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യണം. സകല ഊടായിപ്പും വീട്ടിനകത്തും ചെയ്തു കൂട്ടിയിട്ട്, സകല തെറ്റും തെറിയും കുടുംബത്തിനകത്ത് ചെയ്തു കൂട്ടിയിട്ട്, സകല വേണ്ടാതനങ്ങളും കുടുംബത്തിനകത്തേക്ക് വലിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് ദൈവകടാക്ഷം ചോദിച്ചാൽ എങ്ങനെ കിട്ടും? കുരിശു വരച്ചാൽ കിട്ടുന്നതല്ല അത്. കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്നതല്ല അത്. ഏറ്റുപറഞ്ഞാൽ കിട്ടേണ്ടത് ഏറ്റുപറഞ്ഞാലേ കിട്ടൂ.
ഏറ്റു പറഞ്ഞാൽ അനുഭവിക്കേണ്ടത് ഏറ്റു പറഞ്ഞ് തന്നെ പ്രാപിക്കണം. അതിന് മുടന്തൻ ന്യായങ്ങൾ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. എന്റെ കുടുംബം, എന്റെ മക്കൾ, നമ്മുടെ കുടുംബത്തിന്റെ അഡ്രസ്, എന്റെ കുടുംബത്തിന്റെ മാന്യത പണത്തിൻ്റെതാകരുത്, ദൈവകൃപയുടേതാകണം. ഒരുപക്ഷെ ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ കൂടാതെ ഒത്തിരി ഓടിയില്ലേ, ഒത്തിരി ഓടി, കഠിനാധ്വാനം ചെയ്തില്ലേ? പക്ഷെ ഓട്ടസഞ്ചിയിൽ കൂലി വാങ്ങുന്നത് പോലെയാണ്, നേടിയതൊന്നും ഇല്ല. 2 ശമൂവേൽ 7:18 ഇങ്ങനെയാണ്. യഹോവയുടെ സന്നിധിയിലിരുന്നു പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ആ വാക്യം ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെ കുറിച്ച് നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, അവനൊറ്റ വിളിയേ ഉള്ളൂ. എനിക്ക് കരുതിയത് പോരാഞ്ഞിട്ട് വരും തലമുറയ്ക്കുള്ളതും കൂടി നീ കരുതിയല്ലോ. ദാവീദേ, നീ എവിടെയായിരുന്നു ചോദിച്ചാൽ അവൻ പറയും, ഞാൻ ഒരു നാളിൽ കുപ്പയിലായിരുന്നു. കുപ്പക്കുമ്പാരങ്ങൾക്കിടയിലായിരുന്നു. അവിടെ നാട്ടിൻ കൂട്ടത്തിൽ ചെന്നു അവഗണനകൾ ഏറ്റുവാങ്ങി. ആട്ടിൻകൂട്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സ്തോത്രം ചെയ്തു. ഒടുവിൽ അവനെ കുപ്പയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ദൈവം ഉയർത്തി. ദൈവം ഉയർത്തിയ സിംഹാസനത്തിൽ ആ സിംഹാസനം വിട്ടുകൊടുക്കാതെ അവനെ വേട്ടപ്പറ്റി ഒരു കാട്ടുകോഴിയെ തേടുന്ന പോലെ അവനെ ഇരിക്കപ്പൊറുതിയില്ലാതെ വേട്ടയാടി. ഏറ്റവും ഒടുവിൽ അവന് സ്വസ്ഥത കൊടുത്ത ഒരു ദൈവമുണ്ട്. അന്നവൻ ചോദിച്ചു, കർത്താവായ യഹോവേ, നീ ഇത്രത്തോളം എന്നെ ഉയർത്താൻ ഞാൻ എന്തുള്ളൂ? ദൈവം ഉയർത്തിയ ഒരു ഭവനം. പ്രൈസ് ദി ലോർഡ്. കുറെ പാപങ്ങൾ തളം കെട്ടി നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ദൈവം എന്റെ ഭവനത്തെ കടാക്ഷിക്കുന്നില്ല. ദൈവം കടാക്ഷിക്കുന്ന ഒരു ഭവനമായി എന്റെ ഭവനം മാറണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാം. കർത്താവിന്റെ സന്നിധിയോട് ചേർന്നിരിക്കാം. എന്റെ ജീവിതം കർത്താവാണ് ഇത്രത്തോളം ആക്കിയെടുത്തത്. എന്നെ ഉയർത്തിയതാണ്, എന്റെ ഭവനത്തെ ദൈവം ഉയർത്തിയതാണ്. ഒരു നോക്കിന് ഗതിയില്ലാതെ കിടന്ന കുടുംബം, അഡ്രസ് ഇല്ലാതിരുന്ന കുടുംബം, നല്ല വസ്ത്രം ധരിക്കാൻ അവസരങ്ങളില്ലാതിരുന്ന കുടുംബം, വാശിയും വഴക്കും ഒച്ചപ്പാടും ബഹളവും മാത്രമായിരുന്ന ഒരു കുടുംബം. വൈകുന്നേരമാകുമ്പോൾ അന്തിക്കള്ളു കുടിച്ച് വീട്ടിൽ കയറി വന്ന് ഒരു രാത്രി പോലും സ്വസ്ഥത കിട്ടാത്ത കുടുംബം. കടവും കടത്തിന്റെ കൂടുമായി നല്ല ആഹാരം കഴിക്കാൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതെന്റെ ദൈവത്താലാണ്. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതെന്റെ ദൈവത്താലാണ്. ദൈവം തന്ന ഒന്നിന്റെ മുകളിൽ കയറി പെരുവരിൽ കുത്തരുത്. ദൈവം തന്നതിന്റെ മീതെ അഹങ്കരിക്കരുത്. ദൈവം തന്നതിന്റെ മീതെ സ്വയം പ്രശംസിക്കരുത്. ദൈവം തന്നിട്ടുണ്ടെങ്കിൽ താഴ്ത്തി കൊടുക്കണം, വിനയപ്പെടുത്തണം. ദൈവം തന്നതാണെന്ന് 10,000 വട്ടം പത്രത്തിൽ എഴുതി നക്കിയാൽ അത് അനുഭവിക്കാൻ കഴിയില്ല ദൈവമക്കളെ. ദൈവം തന്നതാണെങ്കിൽ അതിന് തക്കവണ്ണം എൻ്റെ തലമുറയും ഞാനും ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പോഴാണത് ദൈവത്തിൻ്റെ ആവൂ. മിടുക്കന്മാരായ പുലിവീരന്മാരായ മക്കളല്ല നമ്മൾക്ക് വേണ്ടത്,
ദൈവകൃപയുള്ള മക്കളാണ് നമുക്ക് വേണ്ടത്. എൻ്റെ ജീവിതയാത്രയിൽ സ്വയം നോക്കാൻ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ വീട്ടിൽ പെനീനയില്ല. ഞങ്ങളുടെ വീട്ടിൽ പെനീനയില്ല. എൽക്കാനയും ഹന്നയും മാത്രം. യാഗം കഴിക്കുന്ന എൽക്കാനയും കണ്ണുനീരൊഴുക്കുന്ന ഹന്നായും. കൊതിയ കർത്താവേ, എന്റെ മക്കൾ എന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ആകട്ടെ. എനിക്ക് അവരുടെ പണമല്ല, എനിക്ക് അവരുടെ ആത്മാവിന് വേണം. നശിക്കരുത്. ഞാൻ നൊന്ത് പെറ്റ എന്റെ മക്കൾ നരകത്തിൽ പോകരുത്. ഞാൻ ജന്മം കൊടുത്ത എന്റെ യൗവനത്തിലെ മക്കൾ നരകത്തിൽ പോകരുത്. കൊതിയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ഈ സമൂഹത്തെ യേശുപ്പ നിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. നീ തന്ന മുഴുവൻ കൃപകൾക്കായി സ്തോത്രം. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.